നോഹയുടെ കാലത്തിന്റെ പ്രത്യേകത ഏതവളെ കൂടെ വേണമെങ്കിലും പോകാം, ഏതവന്റെ കൂടെ വേണമെങ്കിലും ശയിക്കാം, പരിധിയില്ലാതെ ആരെ കൂടെ വേണമെങ്കിലും സ്റ്റേയിൻ ടുഗെദർ. കമ്പനികളിൽ, IT ഫീൽഡിൽ, മറ്റു ക്രമത്തിൽ ജീവിക്കുമ്പോൾ സ്തോത്രം ആരെ കൂടെയാണെങ്കിലും കല്യാണം കഴിക്കണമെന്നില്ല, സ്റ്റേയിൻ ടുഗെദർ. എക്സാക്ട്ലി അങ്ങനെ ഒരു കാലം ഇതാ നടന്നിട്ടിരിക്കുക, അങ്ങനെ ഒരു കാലം വന്നിരിക്കുന്നു. ഇതിനെക്കുറിച്ച് തന്നെയാണ് കർത്താവ് യേശുക്രിസ്തു പറഞ്ഞത്, നോഹയുടെ കാലം, അന്ത്യകാലത്തിൻ്റെ പ്രത്യേകത. സ്റ്റേയിൻ ടുഗെദർ, ആരെ കൂടെ വേണമെങ്കിലും പോകാം, എത്ര എണ്ണത്തിൻ്റെ കൂടെ വേണമെങ്കിലും പോകാം, എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം, നോഹയുടെ കാലം. സോ അങ്ങനെ വഴി പിഴച്ചതായ ഒരു വല്ലാത്ത തലമുറ, സ്തോത്രം. സോ ആ സമയത്ത് ദൂതന്മാർ ഇതാ സൗന്ദര്യമുള്ള സ്ത്രീകളെ കണ്ടിട്ട് സ്തോത്രം അവരുടെ അടുക്കലേക്ക് പോയി. അവർ വീണുപോയ ദൂതന്മാരായി. സഹോദരി സഹോദരന്മാരെ, നമ്മുടെ അതിർത്തികൾ ലംഘിക്കുമ്പോൾ നമ്മൾ വീണു പോകുന്നു. നമ്മൾ അതിർത്തിക്കുള്ളിലാകുമ്പോൾ കൃപയാൽ നാം പാലിക്കപ്പെടുന്നു. ഒരിക്കൽ കൂടെ, അതിർത്തികൾ ലംഘിക്കുമ്പോൾ നമ്മൾ വീണു പോകുന്നു, അതിർത്തിക്കുള്ളിൽ നിൽക്കുമ്പോൾ നമ്മൾ പാലിക്കപ്പെടുന്നു.